അപ്പോൾ ജപമാല തീരെ കൊള്ളരാത്ത പ്രാർത്ഥനയാണ് നിങ്ങൾ കരുതരുത്. നീ പ്രാർത്ഥിക്കുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയൂ എൻ്റെ തലയ്ക്കിട്ട് ചിറ്റിയ കൊണ്ട് അടിക്കുന്ന അനുഭവമാണ്. റോമിലെ പിശാചം ഒഴിപ്പിക്കുന്ന വലിയൊരച്ഛനാണ് അമ്മോരച്ഛൻ. അച്ഛൻ മരിച്ചുപോയി. മരിച്ചു പോകുന്നതിന് മുൻപ് പരിശുദ്ധാൻ്റെ അനുഭവത്തോടു കൂടെ പിശാചിനോട് സംസാരിച്ചിട്ട് പിശാചിനോട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറഞ്ഞു. ഭംഗിയായിട്ട് പിശാച്ച് ആ പറഞ്ഞ മറുപടി അച്ഛൻ്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതാണ്, ഓരോ നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും ചെല്ലുമ്പോൾ നീ എൻ്റെ ശിരസിൽ ചുറ്റിക വെച്ച് അടിക്കുകയാണ്. അതിന് പുറമെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധ മാതാവിൻ്റെ ജപമാല. നമ്മൾ കഴിഞ്ഞ ലുത്തിനി നമ്മൾ പാടില്ലേ, മിശിഹായുടെ അമ്മ അല്ലേ, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ പുണ്യജനനി കന്യകളുടെ മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, പ്രസാദവരത്തിൻ്റെ മാതാവേ, അത്യന്തനിർമ്മലയായ മാതാവേ, നമ്മൾ ഇങ്ങനെ ഈ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും എനിക്കിട്ട് നീ ഓരോ കൊട്ടുകയാണ് ചെയ്യുന്നത്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ വിചാരിക്കരുത് ഇത് വളരെ ചെറുത് മുടക്കിയാൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഓർത്ത് നോക്കണം, എത്ര വലിയ ശക്തിയാണ് ഈ ജപമാല എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്കുള്ളത്. ജോൺ പോൾ പാപ്പ പറയുന്നത്, മാതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ട് മിശിഹായുടെ മുഖത്തെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല എന്നാണ് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും എളുപ്പമുള്ളതുമായ പ്രാർത്ഥന അത്രേ പരിശുദ്ധ ജപമാല.